നിങ്ങൾ കിട്ടിയ വിവരം വെച്ചോ വല്ലതും ചോദിച്ചെങ്കിൽ വല്ല ഓർമ്മയുണ്ടാ പറയാം. ഏതായാലും ഞങ്ങൾക്കൊരു കാര്യം കിട്ടിയല്ലോ, കുടുംബ കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പുതുതായിട്ട് കിട്ടിയൊരു കാര്യമാണ്. കൂട്ടമെന്നോ അങ്ങനെ ഏതാണ്ടോ പറഞ്ഞായിരുന്നു ഇവര് ഇങ്ങനെ. എന്നാ കൂട്ടോ? ഈ സത്രീകരണ സ്ഥലത്തിന് പഴയ കാലത്ത് മലയാളം പാടുന്നത് എസ്പ്രഖാന ഒരു വാക്കുണ്ട്. ഉച്ചാരണം എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നു ആയിരിക്കും ചിലപ്പോ. ഈ 4 കുടുംബവും കൂടെ കൂടിയായി നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വല്യപ്പന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. വല്യപ്പന്റെ കാലഘട്ടത്തിൽ മിക്കവാറും പിന്നെ ആദ്യത്തെ മക്കളുടെ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ വല്യപ്പന്റെ കാലത്ത് കാണും, അത്രേ ഉള്ളു. അതുകൊണ്ടാണ് അവസാനിച്ച് കാണും. അപ്പൊ അത് ഇത് കൂടുന്നിടത്ത് വെച്ച് ഒരു പണപ്പിരിവുണ്ട്. ആ പണപ്പിരിവ് തൃതീയന ചിലാത്മാക്കൾക്ക് വേണ്ടിയിട്ട് കുർബാനയെല്ലാം പണപ്പിരിവ് എടുക്കുന്ന അത്രയും വരെ എനിക്ക് വിവരം അറിയാം. കൂടുന്നവരെല്ലാം കൂടെ അന്നേരം 1/2 ചക്രോ 1 ചക്രോ എന്നൊരവിടെ വരിസംഖ്യ വെക്കുക. ഈ വരിസംഖ്യ വെച്ചാൽ ഈ വരിസംഖ്യ എടുത്ത് ഈ കൂടുന്ന ഏത് വീട്ടിൽ കൂടിയോ ആ കാണുന്നത് കൊണ്ടുപോയി ഒരു കുർബാനയ്ക്ക് ഇനി ഇച്ചിരി പോരാടി എടുത്ത് അതുകൂടെ വെച്ച് ഒരു കുർബാനയ്ക്കോ 2 കുർബാനയ്ക്കോ സ്ഥിരീകരണ സ്ഥലാന്മാർക്കൊക്കെ വേണ്ടിയിട്ട് കുർബാനയെല്ലാം കൊണ്ട് പള്ളി കൊടുക്കാറുന്ന അതിൻ്റെ അറിവ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. 4 കുടുംബങ്ങളും കൊടുക്കണ്ടല്ലോ. 4 കുടുംബങ്ങളും ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഈ 4 കുടുംബം കൂടെ ഒന്നിച്ചായിരുന്നു ആദ്യ കാലത്ത് കൂടിക്കൊണ്ടിരുന്നത്. ഈറ്റത്തോട്ട് വന്നിപ്പള്ളി മുളകാശ്ശേരി ഈ 4 കൂടെ കൂടിക്കൊണ്ടിരുന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പം പറഞ്ഞു കേട്ട് അതുപോലെ തന്നെ